മയക്കുമരുന്ന് കേസിൽ ജാമ്യത്തിൽ കഴിയുകയായിരുന്ന പ്രതി വീണ്ടും അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശിയായ നിസാമാണ് അറസ്റ്റിലായത്. ടൗൺ എസ് ഐ വി ദീപ്തിയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിൽ 2 കിലോയോളം MDMA പിടികൂടിയ കേസിലെ മുഖ്യപ്രതിയായിരുന്നു നിസാം. മനോജ് മെയിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, മയക്കുമരുന്ന് കേസിൽ ഇയാൾ ജാമ്യത്തിൽ കഴിയുകയായിരുന്നു, വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പ്രതിഭ, കണ്ണൂരിലെ മയക്കുമരുന്ന് റാക്കറ്റിന്റെ മുഖ്യ കണ്ണി എന്ന് കണ്ടെത്തി 3 വർഷം മുമ്പ് അറസ്റ്റ് ചെയ്ത തെക്കേ ബസാർ സ്വദേശിയായ നിസാമിനെയാണ് വീണ്ടും ഈ മയക്കുമരുന്നുമായി കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 15 ഗ്രാമോളം MDMA, മയക്ക് ഗുളിക, 7 ഗ്രാമോളം ഹൈബ്രിഡ് കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് ഈ പ്രതിയിൽ നിന്നും പിടികൂടിയത്. ടൗൺ SI VV ദീപ്തിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഈ പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കണ്ണൂർ SN പാർക്കിന് സമീപത്ത് നിന്ന് സംശയത്തെ തുടർന്ന് നിസാമിനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ആദ്യം കഞ്ചാവ് ആണ് പിടികൂടിയത്. പിന്നീട് കക്കാട് ഭാഗത്തുള്ള നിസാമിന്റെ വീട്ടിൽ നടന്ന പരിശോധനയിലാണ് മാരക മയക്കുമരുന്ന് കണ്ടെത്തിയത്. 2022 മാർച്ചിൽ ടൗൺ ഇൻസ്പെക്ടറായിരുന്ന ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ 2 കിലോയോളം MDMAയും ബ്രൗൺ ഷുഗറും ഓപ്പിയമും ഒക്കെ പിടികൂടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള അന്വേഷണം അന്ന് പോലീസ് നടത്തി. ഈ പാർസൽ വഴി ബാംഗ്ലൂരിൽ നിന്ന് ഈ മയക്കുമരുന്ന് കടത്തുകയായിരുന്നു അന്ന് ചെയ്തത്. അതാണ് പോലീസ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ റെയ്ഡ് ചെയ്ത് ഈ പാർസൽ ഓഫീസിൽ എത്തി പിടികൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് ഈ നിസാമാണ് ഇതിന് പിന്നിൽ എന്ന് മനസ്സിലായിരുന്നില്ല. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിസാമാണ് ഇതിന്റെ ഈ മുഖ്യപ്രതി എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഹൊസങ്കടിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഈ പ്രതിയെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ ഏതാണ്ട് 6 മാസത്തോളമായി ഈ പ്രതി ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുകയാണ്. അതിനിടയിലും ഈ ജാമ്യത്തിൽ കഴിയുന്നതിനിടയിലാണ് ഈ മയക്കുമരുന്ന് ഇടപാട് ഈ പ്രതി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ കേസിൽ ഈ ജാമ്യം റദ്ദാകാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഈ കേസിൽ പ്രതി റിമാൻഡിലാവുകയും ചെയ്യും. അങ്ങനെ ഈ വലിയ രീതിയിലുള്ള, അതായത് കണ്ണൂരിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി എന്നുള്ള രീതിയിൽ തന്നെയാണ് നിസാമിനെ പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. ഇയാളുടെ റാക്കറ്റ് ഇപ്പോഴും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ സൂചനയാണ് വീണ്ടും ഈ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിൽ വേണ്ടതുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ് ഈ പ്രതി മയക്കുമരുന്ന് എത്തിച്ചിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുള്ളത്. അപ്പോൾ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഇപ്പോഴും നിസാമിന്റെ ആ ഒരു മയക്കുമരുന്ന് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും നിസാമിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിന് ശേഷം അയാളുടെ കൂട്ടാളികൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ 2 കിലോയോളം MDMA പിടികൂടിയ കേസിൽ ജയിലിലായിരുന്നു. ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വാഭാവികമായും ആ കേസിൽ ഉൾപ്പെടെ തുടർ നടപടികൾ വേഗത്തിലാക്കാനും പോലീസിന് കഴിയും. എന്തായാലും കൂട്ടുപ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതിഭ.